ഹലോ ഗൈസ്, ഗുഡ് ഈവനിങ്. അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, ഇത് നമ്മുടെ കാക്കനാടുള്ള ബാബിക്യൂ നേഷനാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടറിൽ നിന്ന് തന്നെ തുടങ്ങിയിട്ട് ഇതിൽ ഈ ഒരു ക്രിസ്പി കോൺ നമുക്ക് വേറെ എവിടെയും കിട്ടുകയില്ല, അത്രയും ടേസ്റ്റിയാണ്. പിന്നെ ഇവരുടെ ഈ ഒരു മിൻറ്റ് ചട്നി അതും അടിപൊളിയാണ്. പിന്നെ നമ്മളിതാ പറഞ്ഞു തീരുന്നതിൻ്റെ മുന്നേ തന്നെ നമുക്കിങ്ങനെ സ്റ്റാർട്ടേഴ്സ് നിറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ നമ്മുടെ ചാട്ട് ഐറ്റംസൊക്കെ ഈ നോർത്ത് ഇന്ത്യൻസിൻ്റെ സ്പെഷ്യൽ സ്റ്റാർട്ടേഴ്സാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അപ്പം എനിക്ക് ഈ ചാട്ട് ഐറ്റംസിനോടൊക്കെ ഒരു പ്രത്യേക താല്പര്യമുള്ള ആളാണ്. പിന്നെ എല്ലാം അൺലിമിറ്റഡും ആണ്, നമുക്ക് വളരെ ഹൈജീനിക് ആയിട്ടുള്ള ഫുഡുമാണ്. ഞങ്ങളുടെ ആക്രാന്തം കണ്ടാൽ തന്നെ മനസ്സിലാവും ഇവിടെ എന്തൊരു ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് ഉള്ളതെന്ന്. പിന്നെ അത് ഈ കൊണ്ടുവരുന്നതാണ് നമ്മുടെ മെയിൻ ഐറ്റം ബാബിക്യൂ. അപ്പോൾ ഇത് മൊത്തം ഗ്രിൽഡാണേ. നമുക്ക് ഫിഷ് ഉണ്ട്, പിന്നെ ചിക്കൻ ഉണ്ട്, പ്രോൺസ് ഉണ്ട്. പ്രോൺസിൻ്റെയൊക്കെ സൈസ് കണ്ടാൽ തന്നെ അത്രയും വലിയ പ്രോൺസാണ്. നമുക്ക് എത്ര വേണമെങ്കിലും അവർ കൊണ്ടുതരും, നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഈ കൊണ്ടുവച്ചത് കഴിയുന്നതിനനുസരിച്ച് അവരിങ്ങനെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ വെജും ഉണ്ട്, നമുക്ക് കോണ്, പിന്നെ പിന്നെ മഷ്റൂം, പൈനാപ്പിൾ, അതിൻ്റെയൊക്കെ ഗ്രിൽസ് നമുക്ക് അവൈലബിൾ ആണ് വെജിൽ കേട്ടോ. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടം ഫിഷാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റി ആൻഡ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഫിഷാണ്. പിന്നെ പ്രോൺസൊക്കെ നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം. ഇവരുടെ ഒരു സ്വീറ്റ് ചട്നി ഉണ്ട്, അത് ഭയങ്കര കോമ്പിനേഷനാണ്. അത് കൂട്ടി ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കാം, നമുക്ക് എത്ര വേണമെങ്കിലും അവർ കൊണ്ടു തരുകയും ചെയ്യും. പ്ലേറ്റിൻ്റെ അവസ്ഥയൊന്നും ഇപ്പോൾ നോക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ മെയിൻ കോഴ്സിലേക്ക് കടന്നു. മട്ടൻ റോഗൻ ജോഷ്, പിന്നെ ചിക്കൻ്റെ ഒരു കറി, പിന്നെ പനീർ, പിന്നെ അതാ ഫിഷ് കറി, പിന്നെ ദം ബിരിയാണി. ഇത് നോർത്ത് ഇന്ത്യൻ ഹൈദരാബാദി ബിരിയാണിയാണ്. പിന്നെ ചിക്കൻ ഹക്ക നൂഡിൽസ്, വെജ് ബിരിയാണി. ഇതിൻ്റെയൊക്കെ കുഞ്ഞു കുഞ്ഞു പോർഷൻസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മുളകിന് പോലും ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇവിടെ. പിന്നെ നമ്മൾ കുറച്ച് സാലഡും കൂടി എടുത്തു. പിന്നെ നമ്മൾ ഡിസേർട്ടിലേക്ക് കടന്നു. എൻ്റെ അമ്മോ, ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ. പിന്നെ മുന്നേ ഉണ്ടാവാതിരുന്ന ഒരുപാട് ഐറ്റംസ് അവരിപ്പോൾ മെനുവിൽ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് ഈ കാണുന്ന ഒരു ലഡു ആണ് കേട്ടോ. അത് നമ്മുടെ നോർമൽ ലഡു, പക്ഷെ അതിൻ്റെ കൂടെ എന്തോ ഒരു വൈറ്റ് കളറിൽ റബ്ദി പോലെ എന്തോ ഒരു സംഭവമാണ്. പക്ഷെ അതൊരു രക്ഷയുണ്ടായിരുന്നില്ല, അത്ര ടേസ്റ്റിയാണ്. അപ്പോൾ എനിക്ക് പൊതുവേ ലഡു ഒന്നും ഇഷ്ടമില്ലാത്ത ആളാണ്, പക്ഷെ ഞാനത് എത്ര കഴിച്ചു എന്ന് എനിക്ക് പോലും അറിയത്തില്ല. അത് കഴിക്കാൻ വേണ്ടി മാത്രം വേണേൽ നമുക്കിവിടെ വരാം, അത്രയ്ക്ക് ടേസ്റ്റാണ്. പിന്നെ ഞാൻ പൊതുവേ നമുക്ക് വീട്ടിലൊന്നും കിട്ടാത്ത, നമുക്ക് എപ്പോഴും അവൈലബിൾ ആവാത്ത കുറച്ച് ഡിസേർട്ട്സാണ് കേട്ടോ കൂടുതലായിട്ട് ട്രൈ ചെയ്തത്. പിന്നെ ഈ ഒരു ഇതിപ്പം നമുക്ക് നോർമലായിട്ട് നമുക്ക് വീട്ടിലും കസ്റ്റാർഡ് ഫ്രൂട്ട്സാണ്, അതൊക്കെ നോർമൽ ടേസ്റ്റ് തന്നെയാണ് വരുന്നത്. പിന്നെ ഈ ഒരു കോംബോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഗുലാബ് ജാമുൻ വിത്ത് ഐസ്ക്രീം. നോർമലി ഞാൻ വാനില വെച്ചിട്ടായിരുന്നു ട്രൈ ചെയ്യാറുണ്ടായിരുന്നത്, പക്ഷെ ഇതവർക്ക് മാറിയിട്ട് തന്നതാണ് നമ്മുടെ ബട്ടർ സ്കോച്ച്. പക്ഷേ ഇതായിരുന്നു കേട്ടോ ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ. ഞാൻ ഫസ്റ്റ് ടൈമാണിത് ട്രൈ ചെയ്യുന്നത്. അപ്പം ഹെവി ആവുമെന്ന് വിചാരിച്ചിട്ട് ഞാനത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ കഷ്ണം വെച്ചിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അങ്ങനത്തെ ഒരു ഫീലേ ഉണ്ടായിരുന്നില്ല. നമുക്കത് മൊത്തമായിട്ടല്ല, ഒന്നോ രണ്ടെണ്ണോ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഒറ്റ സ്പൂണിൽ കഴിക്കാൻ പറ്റും. അത്രയ്ക്ക് ടേസ്റ്റാണ്, നമുക്ക് മടുക്കുകയില്ല, അല്ലെങ്കിൽ നമുക്ക് തലയ്ക്കൊരു മത്ത് പിടിക്കുന്ന അങ്ങനത്തെ ഫീലൊന്നുമില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. പിന്നെ ബ്രൗണി കുറച്ച് ഹാർഡായിരുന്നു, അത്ര ടേസ്റ്റി അല്ല. നോർമലി നമുക്ക് പുറത്ത് കിട്ടുന്ന ബ്രൗണിയൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്കത് അത്ര ഇഷ്ടപ്പെടില്ല. എല്ലാം നമുക്ക് ഒറ്റയ്ക്ക് കഴിക്കാനും ടേസ്റ്റ് ഉണ്ടെങ്കിലും ഞാൻ ഈ ഐസ്ക്രീമിൻ്റെ കൂടെ കോമ്പിനേഷൻ വെച്ചിട്ട് കഴിക്കാനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. എല്ലാം ചിലപ്പോൾ വിയേർഡ് ആയിട്ടുള്ള കോമ്പിനേഷൻ ആയിരിക്കും, പക്ഷേ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. പിന്നെ ഈ കാണുന്നൊരു ഐറ്റം, ഇത് പാനിൻ്റെ ബർഫിയാണ്. അത് ഞാൻ എവിടെയും കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല. നമുക്ക് കഴിക്കുമ്പോൾ ആ ഒരു പാനിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ട്. 318 കലോറിയാണ് ഈ ഒരു സിംഗിൾ പീസിൽ വരുന്നത്. പക്ഷേ എനിക്ക് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. പിന്നെ ഇത് കേസരിയ ഫിർണി. ഇത് ശരിക്കും നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. നമുക്ക് അത്ര മധുരമല്ല, പക്ഷെ എന്നാലും നമുക്ക് കഴിച്ചുകൊണ്ടിരിക്കാൻ ഇഷ്ടപ്പെടും. നല്ല മധുരമുള്ളത് കഴിക്കുമ്പോൾ അത്ര ടേസ്റ്റ് തോന്നില്ല. പിന്നെ അത് ഗുൽഫിയൊക്കെ ഒരു ആവറേജ് ടേസ്റ്റാണ് വരുന്നത്. പിന്നെ പേസ്ട്രീസ് തന്നെ 1, 2, 3 ടൈപ്പിലൊക്കെ വരുന്നുണ്ട്. സ്ട്രോബെറിയും ചോക്ലേറ്റും ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ഒരു ബിറ്റർ ടേസ്റ്റ് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു ഡാർക്ക് ചോക്ലേറ്റ് വെച്ചുകൊണ്ടായിരിക്കാം. പിന്നെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഈ ഒരു സംഭവം, ഇതിൻ്റെ പേര് എനിക്ക് അറിയത്തില്ല. ഇത് നമ്മുടെ ലഡുവാണ്. ലഡുവിൻ്റെ കൂടെ ഒരു വൈറ്റ് കളറിൽ എന്തോ ഒരു സോസ് പോലെ ഒരു സംഭവം ഉണ്ട് അതിൻ്റെ മുകളിൽ. ഇത് ഞാൻ പിന്നെയും എടുത്ത് കഴിച്ചു കേട്ടോ.
പിന്നെ ഇതിപ്പോൾ അവർ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. ഡിസേർട്ടിൽ പണ്ട് ഇത് അവൈലബിൾ അല്ലായിരുന്നു. നമ്മുടെ ഫ്രൈഡ് ഐസ്ക്രീം ഇതൊക്കെ ഒരു ആവറേജ് ടേസ്റ്റാണ്. നമുക്ക് വൺ ടൈം ട്രൈ, നമ്മളിപ്പോൾ പോകുന്ന സമയത്ത് നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരു പുതിയതായിട്ട് ട്രൈ ചെയ്യുമ്പോൾ അവർക്കൊരു ഇഷ്ടമായിരിക്കുമല്ലോ അത്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഇതൊന്നുമില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.